വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് ഡേ വ്ളോഗാണ്. നമ്മൾ താത്താനെയും ബേബിനെയൊക്കെ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പോകണം. അതുപോലെ തന്നെ എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. ഇന്നലെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നു കേട്ടോ. ആകെ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. പിന്നെ എന്ത് തിരക്കാണെങ്കിലും നമ്മുടെ ലിസുമോൾക്ക് മൈലാഞ്ചി ഇടാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആൾക്ക് പെരുന്നാളല്ലെങ്കിൽ കൂടി എപ്പോഴും മൈലാഞ്ചി ഇടണം. അപ്പോൾ എന്നാലും രാത്രി ഒരുപാട് ലേറ്റായിട്ടാണെങ്കിൽ അവൾക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഇട്ടിട്ടുണ്ട്, പക്ഷേ മേടിച്ച് ഓർത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ അവനക്കൊരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിരുന്ന് പോകുന്ന വീഡിയോയും അതുപോലെ തന്നെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് മന്തിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. ഉമ്മത മസാലയൊക്കെ കൂട്ടി വെക്കുകയാണ്. ഈ ഒരു മന്തിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിരക്കുള്ള ദിവസമൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ വീഡിയോയിൽ, തിരക്കുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അപ്പമാണ് ഉണ്ടാക്കാറുള്ളത്. ഇതാകുമ്പോൾ പിന്നെ കുറച്ച് അരിപ്പൊടിയിൽ വെള്ളവും അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായില്ലേ. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ നോമ്പായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ ഒരു പള്ളിയിൽ പോയി വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാവും. അപ്പോൾ ആരും നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് കേട്ടോ രാവിലെ പോവുക. കാരണം അതൊക്കെ നേരെ കഴിച്ച് പോയി കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചേ ഉണ്ടാക്കുള്ളൂ ഇന്നത്തെ ദിവസം. ആർക്കും വേണ്ട വരില്ല. ഒക്കെ ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ട് നേരെ ഓടായിരിക്കും കേട്ടോ പള്ളിക്ക്. വീട്ടിലേക്ക് കൊണ്ടുവരണേ ബേബിനെ. അപ്പൊ ഈ ചെറുകിറക്ക് പോരൂലേ? ഇവിടെ നിൽക്കുക. അപ്പൊ ഞങ്ങൾ ഇതാ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടത് ഞങ്ങളെ ബേബിനെ അതുപോലെ തന്നെ താത്താനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ കേക്കിന്റെ വർക്കൊക്കെ അവർ വരുമ്പോഴേക്ക് കഴിച്ചു വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ ഇടയിലുള്ള വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. പണികൾ വേഗം ഒരുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും എടുത്തിട്ടില്ല. നമുക്ക് വീഡിയോ എടുക്കണ ആവുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പണികൾ നീങ്ങൂല അല്ലേ, വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇനി ഞങ്ങൾ ബേബിനെ അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. പുതിയ ഡ്രസ് ഇട്ടിട്ട് എന്തൊക്കെ കാറ്റിന് ബേബി തന്നെ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇതാകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിൽ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ എല്ലാവരും കൂടി ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ബേബിനെയൊക്കെ വീട്ടിലേക്ക് കൊടുക്കുന്നു. ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ചെറിയൊരു വീഡിയോ തന്നെ അവളോട്ട് എടുത്തിട്ട് എല്ലാവരും വന്നപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ നിന്നില്ല. ഇനി ഇതേ ഈ ഒരു 2 കേക്കിൻ്റെ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് ഇന്നലെ ട്രംപോട്ട് ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഫിനിഷിങ് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഒന്ന് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കാണ്, നമുക്ക് ഓർഡറാണ്. ഇനിയിപ്പോൾ അത് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ഡെലിവറി ചെയ്യും വേണം. അങ്ങനെ കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അത് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ഡെലിവറി ചെയ്തിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലിസമോള് നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ അനിയന് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലേ, ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ടി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകും. പിന്നെ വീട്ടിലെത്തിയിട്ട് എല്ലാവരോടും സംസാരിച്ചിരുന്ന ഗ്യാപ്പിൽ ഞാൻ വ്ളോഗൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.